ഹലോ ഗേസ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയ്യ ഗേസ്, തീരെ വയ്യ. രണ്ടാം പെരുന്നാളായിട്ട് ഇന്നലെ ഓട്ടുപാറ ആശുപത്രിയിലായിരുന്നു. ഇന്നലെ ഞങ്ങളെല്ലാവരും. കുട്ടികൾക്ക് വയ്യ, എനിക്ക് വയ്യ. വീഡിയോ ഇടണോ വേണ്ടേ, വോയിസ് കൊടുത്തിട്ടൊന്നും ഉണ്ടായില്ല, ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പേരായപ്പോൾ ഒന്ന് വോയിസ് കൊടുത്തതാട്ടാ. അപ്പോൾ ഇന്നലെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പ രണ്ട് ഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തന്നാട്ടോ. എൻ്റെ ഉമ്മാടൊക്കെ ഒന്ന് പേതായി. ഉമ്മ അതാ വെയിൽ കണ്ടപ്പോൾ തുണികളൊക്കെ ഒന്ന് വെയിലത്തിടുന്നുണ്ട്. തോനെ തിരുമ്പിയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് വെയിലത്തിടാണ്. കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ പെയ്തു. അപ്പം ഉമ്മാടൊക്കെ ഒന്ന് തലയൊക്കെ പൊന്തിണ്ട്. ഉമ്മ നിൽക്കുന്നുണ്ടില്ലേ, നല്ല തലവേദനയായിരുന്നു. അങ്ങനെ ഉമ്മാടെ ഒന്ന് ഭേദമായപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യാണ്ടായി. ആദ്യം കൊണ്ടുവന്നത് ഫൈസിയാണ് കേട്ടോ. ഫൈസിയാണ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ജലദോഷം, പനി ഒക്കെ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ണിമോൾക്ക് കിട്ടി. ഉണ്ണിമോൾ കുഞ്ഞോൾക്ക് കൊടുത്തു, കുഞ്ഞോൾ ഇക്ക് തന്നു. ഇപ്പോൾ ആകെ പനിയാണ്. ഇന്നലെ രാത്രിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ രണ്ടാം പെരുന്നാളായിട്ട് പെരുന്നാളൊക്കെ ആകെ കോളായി. എന്തെന്നാ പറയുക. അപ്പോൾ ഇതെന്താ പോത്തും കൂട് കാണിക്കണ്ടില്ലേ. പോത്ത് തൊഴുത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. ആട്ടുംകൂടിൽ ആടുമില്ല, ഒന്നുമില്ല. പഴയ സാധനങ്ങളും പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തൊണ്ട വേദനിച്ചിട്ടൊക്കെ വയ്യ. അപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കും. ഉമ്മ ചോറ് ഊറ്റിയപ്പോൾ ഇത്തിരി കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കുകയാണ് കേട്ടോ. ഇന്നലെ രാവിലെ രണ്ടാം പെരുന്നാളിന് ആശുപത്രി പോയി. രാവിലെ നേരത്തെ നീച്ച് കുട്ടികളും ഞാനൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പോൾ മോരൂട്ടാൻ വെച്ചിട്ടുണ്ട്. ശ്യാമിനത് ബീഫ് ഒന്ന് പള്ളിക്ക് നിന്ന് ഉള്ള ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അവൾ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ പഴയ വീടൊക്കെ ഉണ്ടെന്ന്, എവിടെ താമസിച്ചെന്നൊക്കെ. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല മൊന്തയാണ്, അങ്ങോട്ട് കടക്കാൻ പറ്റണില്ല. അവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. ആ കിണറിൻ്റെ ആ ഭാഗമൊക്കെ ഭയങ്കര മൊന്ത വന്നേക്കാട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ അനിയത്തി അവൾ വീഡിയോ എടുക്കുന്ന കാരണം അവൾക്ക് ഇത്തിരി നാളായിട്ട് നിൽക്കുക കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുക. ഉമ്മ കഞ്ഞിവെള്ളം എടുക്കാൻ പോവാണ്. പോത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം എടുക്കാൻ പോവാ കേട്ടോ. ഉപ്പ തൊഴുത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഉപ്പാക്ക് വെച്ചെങ്കിൽ ഉപ്പാനെ കണ്ട പോത്ത് എന്താ കരച്ചിൽ വെച്ചിട്ടാ. ഭയങ്കര സ്നേഹമാട്ടോ ഉപ്പാൻ്റെ അടുത്ത്. ആടോൾക്ക് അതെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉപ്പാക്ക് നോക്കാൻ വയ്യാണ്ട് കൊടുത്തതാട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പയും മരുമക്കളൊക്കെ കൂടിയിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. എൻ്റെ ഉണ്ണിയും കൂടി വേണ്ടതായിരുന്നു. അവന് ഗൾഫിലല്ലേ, അവൻ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട് കേട്ടോ, ജൂലൈയിൽ വരും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വിളിക്കാൻ പോണതും ഒക്കെ അള്ളാഹ് വിചാരിച്ചൊക്കെ നടക്കൂട്ട. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എല്ലാ കാര്യങ്ങളും വരിക, പഠിച്ച വിചാരിക്കണ പോലെയാണ് ഒക്കെ നടക്കുള്ളൂ. അപ്പം മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലേ പഴയ വീട്ടിലേക്ക് ഞങ്ങളുടെ ആ ഭാഗമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപ്പാടെ സ്കൂട്ടിയിൽ 5 ആളും കുത്തിതിരികി പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പഠിച്ച മദ്രസ, പക്ഷെ അത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു ഓടിട്ട വീട് ഇടിഞ്ഞ് പൊളിഞ്ഞൊരു മദ്രസയായിരുന്നു. അതൊക്കെ നന്നാക്കി ഇപ്പോൾ അടിപൊളി മദ്രസ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗേൾസ് സ്കൂളിൻ്റെ 10ാം ക്ലാസ് ഞാൻ 10 ഡിയിലായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ മുകളിലായിരുന്നു ഞാൻ പഠിച്ചത്. എന്താ പറയുക, ഗേൾസ് സ്കൂൾ കേട്ടിട്ടുണ്ടാവും. അതിപ്പോൾ പുരോഗമനമൊക്കെ ആയി, നല്ല വലിയ ബിൽഡിങ്ങൊക്കെ വന്ന് വലിയൊരു അവിടെ മാറിപ്പോയി ഗേൾസ് സ്കൂളൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ ഒരു വഴിയുണ്ട് മുകളിലേക്ക്. മദ്രസയിലേക്ക് ഞങ്ങൾ പോവുക ഇത് കൂടെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു കാട്ടുകൂടെ പോവുക, ഇഞ്ചിമ്പുല്ലിക്കാട് എന്നാണ് പറയുക കേട്ടോ. അവിടെ നിറച്ച് ഇഞ്ചിമ്പുല്ലുണ്ടാവുക കണ്ടില്ലേ. ഇതേനാണ് ഞങ്ങൾ മദ്രസയിൽ പോവുക. ഇതേപോലെ ഇപ്പോൾ ടാറിങ്ങൊക്കെ വന്നതാട്ടോ. ടാറൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. ആകെ കുണ്ടും കുഴിയും ചളിയും മണ്ണും. മഴ പെയ്ത് കഴിഞ്ഞാൽ മദ്രസയിൽ പോകാനേ പറ്റില്ല, ആകെ ചളിയായിട്ട്. ഇപ്പം അടുത്തായിട്ടാണ് ഇപ്പോൾ ടാറൊക്കെ ഇട്ട് നല്ല വൃത്തിയായത്. ഇവിടെയൊക്കെ ഒരു ശവക്കോട്ടൊക്കെ ഉണ്ടിട്ട് ഞങ്ങൾ ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒറ്റ ഓട്ട പേടിച്ചിട്ട്. ഇവിടെ ആരെയൊക്കെ മറവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പേടിയാണ്, മദ്രസയിൽ പോകാനൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട് ഉപ്പാക്ക് ലാഭത്തിന് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ലക്ഷം രൂപയ്ക്ക് ഉപ്പാക്ക് 5 സെൻറ്റ് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ വീട് വെച്ചിട്ടുണ്ട് കേട്ടോ. വീട് വെച്ച് ഷംനയുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ബാധ്യതയൊക്കെ ആയപ്പോൾ ആ വീട് വിറ്റു. അപ്പോൾ ആ വീട് ഞാൻ കാണിച്ചു തരാം. അവിടെ നിറച്ച് ആൾക്കാരിരിക്കണ കാരണം വീഡിയോ എടുക്കാൻ പറ്റണില്ല. ഭയങ്കര മടി, എന്താണെന്ന് അറിയില്ല. ഇതാ ഈ കാണുന്ന ടെറസ് വീടില്ലേ, അതിൻ്റെ ഉപ്പ വെച്ചതാട്ടാ. കണ്ട ഈ വീട് ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇപ്പം വീട് വെച്ചതാട്ടാ. അപ്പോൾ അങ്ങനെ കുറച്ച് കടങ്ങളൊക്കെ ആയ കാരണം ഇത് ഞങ്ങളുടെ അനീഫക്കാടെ വീട് എന്നൊക്കെ പറയും. ഇതിനാണ്
പഴയ എൻ്റെ ഉമ്മയുടെ തറവാട് തേനെ പോയിട്ട് ഇവിടെ ഒരു പൈപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിയാട്ടാ, വെള്ളം കിട്ടാണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഹൗസ് കണക്ഷനൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേനാണ് ഒരു സന്മാർത്ത കയറി വരുന്നുണ്ട്. അപ്പോൾ കണ്ട ഒരു കാട്, ആദ്യം ഞങ്ങൾക്ക് ആടോളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ആടിനെ ഈ എസ്റ്റേറ്റിലേക്ക് ആക്കി വിടുക, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഉണ്ണിമോള് മാത്രമേ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളൂ, ഇവർ രണ്ടാളും കണ്ടിട്ടില്ല. ഉമ്മച്ചി എങ്ങനെ ഉമ്മച്ചി ഇവിടെ നിന്ന് പേടിയില്ലേ എന്നൊക്കെ ചോദിക്കണമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ആകെ മൊന്ത പിടിച്ചേക്കാണേ, ശരിക്കും അങ്ങോട്ട് കടക്കാൻ പറ്റണില്ല, പേടിയാവുക. പാമ്പോളുണ്ടാവുമോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക വെച്ചിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേനെ ഇതാച്ചെങ്കിലോ കണ്ട ആകെ മൊന്തയാണ്. ഇതേനെ എൻ്റെ ഉപ്പ പണി മാറ്റിയിട്ടൊക്കെ ഇതേനൊക്കെ കയറി വരിക കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആകെ കുറച്ച് വീടുള്ളൂ, അധികം വീടൊന്നുമില്ല. ഇപ്പം അങ്ങോട്ട് കടക്കണം എന്നൊക്കെ ഉണ്ട്. ഇത് അമ്മണീച്ചിയുടെ വീടാട്ടത്, ഇവിടെ ഒരു അമ്മണീച്ചൊക്കെ ഉണ്ട്. ആകെയുള്ളൊരു അയൽവാസികളാണ് ഇവർ. പിന്നെ ഒരു കൊല്ലന്മാർ എന്നൊക്കെ പറയും, അവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ കൊല്ലന്മാരുടെ വീട്. ആകെ മൊന്തേട്ടാ, അവിടെ ആകെ ഈ രണ്ട് ചേച്ചിമാർ മാത്രമേ താമസിക്കണുള്ളൂ. കണ്ടിട്ട് ആകെ പാവമായിട്ടാണ്, ഒരാൾ പോലില്ലേ. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു രണ്ട് ചേച്ചിമാരുടെ. ഒരു ചേച്ചി എന്താ പറയുക, പോസ്റ്റ് ഓഫീസൊക്കെ ഒന്ന് അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ പോവുകയാണ് ഇവർ രണ്ടുപേരും കേട്ടോ. അങ്ങനെ ഈ ഭാഗത്ത് ഇവർ അടുക്കള വശട്ടാ ഈ ചേച്ചിമാരെ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഞങ്ങളതിനെ വീടൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൂട്ടാനും ചായയുടെ കടിയൊക്കെ ഇത്തിരി തോനൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിൽ ഇവർക്ക് കൊടുക്കൂട്ടാ. ആകെ 2 പേരല്ലേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് 17 കൊല്ലം അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് പോന്നിട്ട് ഇപ്പോൾ 7 കൊല്ലത്തോളമായി. 17 കൊല്ലം ആ വീട്ടിൽ തന്നെ ആയിരുന്നു. ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം എങ്ങനെ വീട് എൻ്റെ കല്യാണ ആൽബത്തിലുണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ചേച്ചിയുടെ പേര് പ്രിയ എന്നാണ് പേരിട്ട. ഒരു ചേച്ചിയും കൂടി ഉണ്ട്, പ്രീതാന്ന്. അത് അടിച്ചു വരാൻ പോയിക്കത്രേ. ഞാനിങ്ങനെ ചോദിക്കുകയാണ്, ആരും വരാറില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അമ്മായിമാരുണ്ട്, അവർക്കൊക്കെ വൈകിയ, കുന്ന് കയറി വരാൻ വൈകിയ എന്നൊക്കെ പറയുക. അപ്പോൾ അങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുക. ഏതൊരു എളാമ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കടച്ചക്ക ഉണ്ട്, അമ്പഴങ്ങ ഉണ്ടായിരുന്നു, ഞാവൽപ്പഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇടി വെട്ടിയിൽ നാശമായിട്ട് എൻ്റെ മാമക്ക് മരമുറിയായിരുന്നു, അതൊക്കെ മുറിച്ച് ഒക്കെ കൊണ്ടുപോയി. ഇപ്പോഴും കടച്ചക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴി കണ്ട ഉണ്ണിമോൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചി എന്താ ഉമ്മച്ചി ഇങ്ങനെ വീട്, ഞാനിങ്ങനെ സൂം ചെയ്തപ്പോൾ ഈ ബാത്റൂമിൻ്റെ ഒരു ഇത് മാത്രം കാണാണ്ട് ഒരു ഇടയിൽ കൂടെ, അല്ലാണ്ട് ഒന്നും അങ്ങോട്ട് കാണാനില്ല കേട്ടോ. അവർ ആദ്യത്തെ പണ്ടത്തെ വീടല്ലേ, അപ്പോൾ ഇതൊക്കെ പൊളിച്ച് കുറേ മരങ്ങളും തട്ടുമോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മരങ്ങളൊക്കെ എടുത്തിട്ട് അവർ ഇടിച്ച് പൊളിച്ചിട്ട് ഉമ്മയുടെ അമ്മാമാരൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇപ്പോൾ ആരും താമസിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ടുപോയിട്ടാ. ഓടോൾ കുറേ ഉണ്ടായിരുന്നു, ഓടും കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഒരു പ്രേതാലയം പോലെ അവിടെ അങ്ങനെ കിടക്കുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഞങ്ങളിങ്ങനെ ആ വീട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഓടിട്ട ചെറിയൊരു വീടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് കൊതുക് കടിച്ചിട്ടാണ് നിൽക്കണത്. ഈ എസ്റ്റേറ്റിക്ക്, റബ്ബർ എസ്റ്റേറ്റിക്ക് ഞാനും ഉമ്മയുടെ കൂടെ ഇങ്ങനെ തുണയ്ക്ക് വരും, ആടിനെ തീറ്റിക്കാനൊക്കെ ആയിട്ടിട്ടാണ്. അതാണ് ഞാൻ അങ്ങനെ കാണിക്കണത്. അപ്പോൾ ഇവിടെ നിന്ന് ഇഞ്ചിപ്പുല്ലുകാരൻ്റെ അവിടെ നിന്നാൽ നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണാനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ താമസിച്ച വീട് ഇതാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഇടിഞ്ഞ് പൊളിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണത്തിന് പന്തലൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.